അന്നത്തെ കാലത്ത് 1,63,00,000 രൂപേൻ്റെ സിൽവർ ഉണ്ടായിരുന്നു. സിസ്റ്റത്തിലിരുന്ന ആൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ ഓരോ അക്കൗണ്ട് ഇങ്ങനെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് കാലി അടിച്ചു പോവാണ്. അന്ന് കോടീശ്വരനായിരുന്നു. അവർ വിളിച്ച് ഞാനും ഷമീർക്കും വന്ന് നോക്കിയപ്പോൾ എല്ലാ അക്കൗണ്ടും വാഷ് ഔട്ട് ആയിട്ടുണ്ട്. 1,63,00,000 രൂപ കടക്കാരൻ. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കടക്കാരനാണ് അന്നാണ്. അതുവരെ കാശ് കണ്ടിട്ടേ ഉള്ളൂ. അന്ന് കാശ് കണ്ടിട്ടുള്ളൂ. 1 കോടി അന്നത്തെ വലിയ തുകയാണ്. അന്നത്തെ വലിയ തുക. അന്ന് 1,63,00,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുന്നത്തെ 15 കൊല്ലം മുന്നത്തെ 1 കോടിയാണ് പറയുന്നത്. അന്ന് സ്വർണത്തിന് ഏകദേശം ഒരു 13,000-14,000 രൂപയ്ക്ക് റേഞ്ചുള്ളൂ. ഇന്നിപ്പോൾ 70,000 രൂപയ്ക്കായി. ആ സമയത്ത് അത് ഞങ്ങളെ ഭയങ്കര ടെൻഷനാക്കി. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ കടക്കാരനായി മാറുന്നത്, ബാധ്യതയായി മാറി. അങ്ങനെ വീട്ടിൽ ചെന്നു. വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ ചോദിച്ചാൽ എന്താ പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കടം വരും, ലാഭം കിട്ടും, ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യരുത്, കടം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതാലോചിച്ച് അതിമേ തന്നെ കെട്ടിമറയരുത്. അടുത്ത പ്രൊജക്റ്റ് ചെയ്യുക. പക്ഷേ നിലവിലുള്ള കടക്കാരെ കണ്ടിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. ആരും വീട്ടിലേക്ക് വരരുത് എന്നുള്ള ഒരു അഡ്വൈസാണ്. നല്ല കച്ചവടമായിരുന്നു. ഈ ശനി ഞായറുകളിൽ 1,25,30 റേഞ്ചിൽ കച്ചവടം ചെയ്തിരുന്നു. നോർമൽ കച്ചവടം ഞങ്ങൾ 80-90 ബൈപ്പാസ് വരും. പരപ്പനങ്ങാടി ടൗണിൻ്റെ അപ്പുറം നിന്ന് കയറിയിട്ട് ഞങ്ങളെ കട കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങാൻ. ടൗൺ ടച്ച് ചെയ്യാതുള്ള ഒരു ബൈപ്പാസ് വന്നു. അതിൽ ഞങ്ങൾ കച്ചവടം ആകെ കുറഞ്ഞു പോയി. ഒന്ന് മാറ്റി ഒന്നിനെ ഹിറ്റാക്കി എന്തായാലും എടുത്തു. നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പരപ്പനങ്ങാടിയിൽ തെളിയിച്ചു. പോളട്ടിനോട് ഞാൻ എൻ്റെ വിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളട്ട് എനിക്ക് ആ വിഷനിലുള്ള വിശ്വാസം കാരണം എനിക്ക് 6 മാസത്തെ വാടക ഒഴിവാക്കി തന്നു. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്കും അതേപോലെ നാട്ടിലെ ചില ആളുകൾക്കും അറിയാം സൽമാൻ സക്സസ് ആകും. അത് യാതൊരു സംശയമില്ലാത്ത ആളുകൾ ഒരുപാട്. ചിലവ് ചുരുക്കി, മാക്സിമം ചിലവ് ചുരുക്കി, ഭക്ഷണ രീതികൾ കുറച്ച്. അതുപോലെ ഞങ്ങളിപ്പോൾ ഈ വീക്കിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഞാൻ ഷെഫീഖ് ഭായിനോട് പറയും നമുക്ക് റൂം എടുക്കാം. ഷെഫീഖ് ഭായാണ് അത് വേണ്ട, നമ്മൾ ഇവിടെ തന്നെ കിടക്കാൻ നല്ല ഫിനിഷുള്ള സ്ഥലമുണ്ട്, പ്ലൈവുഡിലാണ് കിടന്നത് 3 മാസം. നമസ്കാരം. രംഗു കെ ഹരിദാസ്, കോ ഫൗണ്ടർ സ്പാർക്ക് സ്റ്റോറീസ്. സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടിക്കാരായ 2 ചെറുപ്പക്കാരാണ് ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത്. ഒരുമിച്ച് കളിച്ചു വളർന്ന് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത 2 പേർ. 2 പേരും ഇതുവരെ 2 വഴിയിലായിരുന്നു യാത്ര, 2 രീതിയിലായിരുന്നു കച്ചവടം. എന്നാൽ ഇന്ന് അവർ 2 പേരും ഒരുമിക്കുകയാണ്. വലിയ ഒരു വിഷനുള്ള, വലിയ പ്രതീക്ഷകളിലുള്ള ഒരു പുതിയ സംരംഭവുമായി, പുതിയതല്ല കുറച്ച് പഴക്കമുണ്ട് എന്നാലും പുതിയ കുറച്ച് വിഷനുമായിട്ട് അവർ നമ്മുടെ മുമ്പിൽ വരികയാണ്. അതിലൊരാളെ സ്പാർക്കിൻ്റെ പ്രേക്ഷകർക്ക് പരിചയമുണ്ട്. സൽമാൻ സ്പാർക്കിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഷെഫീഖാണ്. ഷെഫീഖിനെ എല്ലാവരും ഷെഫീഖ് ബായ് എന്നാണ് വിളിക്കുന്നത്. ഷെഫീഖ് ബായ്, സ്പാർക്കിലേക്ക് വീണ്ടും സ്വാഗതം. 2 പേരും പരപ്പനങ്ങാടിക്കാരാണെന്ന് പറഞ്ഞു, കളിച്ചു വളർന്നവരാണെന്ന് പറഞ്ഞു. നമുക്ക് സൽമാൻ്റെ ചരിത്രം കുറേ സ്പാർക്കിലെ പ്രേക്ഷകർക്ക് അറിയാം. ഷെഫീഖ് ബായിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. എങ്ങനെയാണ് ഷെഫീഖ് ബായ് സംരംഭത്തിലേക്ക് വരുന്നത്? കാരണം ഒരു വളർന്ന പരപ്പനങ്ങാടിയിൽ നിന്നാണല്ലോ വരുന്നത്. ആ ഒരു കഥ ഒന്ന് പറയാമോ? ഞാൻ പ്രൊഫഷണലി ടൈലറായിരുന്നു. 1997 മുതൽ ഞാൻ ടൈലർ ഫീൽഡിലാണുള്ളത്. ടൈലർ ഷോപ്പ് നിൽക്കെ തന്നെ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. കുറേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിലൊക്കെ ചിലതിൽ സൽമാനും ഇൻവോൾവ് ആണ്. സൽമാൻ നമ്മളെ പാർട്ട്ണറും കൂടെ ആയിരുന്നു, ഇൻവെസ്റ്ററായിരുന്നു, പാർട്ട്ണറായിരുന്നു. ടൈലർ ഷോപ്പ് നിൽക്കെ തന്നെ. ടൈലർ ഷോപ്പ് തുടങ്ങുന്നത് ഏത് വയസ്സിലായിരുന്നു? ടൈലർ ഷോപ്പ് ഞാൻ 97 ടൈലർ പണി പഠിച്ചു. 99 അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ബാംഗ്ലൂരിൽ AC മെക്കാനിക്ക് പഠിക്കാൻ വേണ്ടി പോയി. AC മെക്കാനിക്ക് പഠിച്ച ട്രെയിനിങ്ങിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയിരുന്നു. അന്നൊന്നും നമ്മൾ നാട്ടിൽ ട്രെയിനിങ്, ഞാൻ സെൻട്രലൈസ് സിസ്റ്റം ആയിരുന്നു പഠിക്കാൻ പോയിരുന്നത്. അന്നൊന്നും നമ്മൾ നാട്ടിൽ ആ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബാംഗ്ലൂരിലായിരുന്നു ട്രെയിനിങ് കിട്ടിയിരുന്നത്. അത് പോയി തിരിച്ചു വന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാസർ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഹിറ്റ് ഡ്രസ്സസ് എന്ന് പറഞ്ഞ സംരംഭം 1999 ഓപ്പൺ ചെയ്യുന്നത്. ഹിറ്റ് ഡ്രസ്സസ്. ഹിറ്റ് ഡ്രസ്സസ്. ഈ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ നാസർ, അവനൊരു മമ്മൂട്ടി ഫാൻസിൻ്റെ ഭയങ്കര ഫാൻസുകാരനാണ്, ആരാധകനാണ്. അപ്പോൾ മമ്മൂട്ടിൻ്റെ എല്ലാ സിനിമയും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ഹിറ്റാവും എന്ന് പറഞ്ഞിട്ട് ഹിറ്റ് എന്ന പേര് ഞങ്ങൾ അവിടുന്ന് ചൂസ് ചെയ്തതാണ്. പേര് പോലെ ഹിറ്റായി. പേര് പോലെ ഹിറ്റായി. എൻ്റെ നാട്ടിൽ ആര് ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന പേര് നമ്മളതായിരിക്കും. പിന്നെ ടെക്സ്റ്റൈൽസിലോ നമ്മളാണ് റെഫർ ചെയ്യൽ. 2-3 കൊല്ലമാണ് നാസറിനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഇതായിട്ടുള്ളത്. എനിക്ക് വിസ വന്നു ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട്. വിസ വന്നപ്പോൾ എനിക്ക് വയസ്സാകാത്തതിൻ്റെ പേരിലും പിന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് പ്രോബ്ലം ഉള്ളതിൻ്റെ പേരിലും എന്ത് ചെയ്തു,
വിസ നാസറിന് കൊടുത്തിട്ട് കട പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. ടൈലർ ഷോപ്പിൽ നിന്ന് നാസർ മാറുവാണ്. നാസർ ഗൾഫിലോട്ട് പോയി. എന്താ ഹെൽത്ത് പ്രോബ്ലം എന്തായിരുന്നു? എനിക്ക് എൻ്റെ ജോയിൻറ്റ് ഫുള്ള് ഫ്ലൂയിഡ് സ്റ്റിഫാകുന്നൊരു പ്രശ്നമുണ്ട്. എൻ്റെ ജോയിൻറ്റ് ഫുള്ള് പ്രശ്നത്തിലാണ്. എല്ലാ കാലും കൈയും മുട്ടൊന്നും പൂർണ്ണമായിട്ട് മടങ്ങാൻ നീരെ ചെയ്യില്ല, ഒക്കെ സ്റ്റിഫായി പോയതാണ്. ഇപ്പോൾ ഏകദേശം അത് ഒരു 20-22 വർഷത്തിൻ്റെ മുകളിലായി ട്രീറ്റ്മെൻറ്റിലാണ്. ഏകദേശം ഇപ്പം ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ തന്നെ എൻ്റെ ഫാദർ ഒരു 10-60 ലക്ഷം രൂപേൻ്റെ മുകളിൽ ചിലവാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാം തന്നെ വല്ല വീൽ ചെയറിലായി പോകേണ്ട ഒരാളായിരുന്നു. വലിയൊരു അസുഖമായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായിട്ട് റിക്കവറായോ? ഇല്ല, റിക്കവർ ആയിട്ടില്ല. ഇനിയിപ്പോൾ 45 വയസ്സ് കഴിഞ്ഞാലാണ് എൻ്റെ ജോയിൻ്റ് ഒക്കെ റീപ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീൽ ചെയ്യണം, അത് 45 വയസ്സ് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. 2 വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഏത് വയസ്സിലാണ് ഈ സംരംഭം തുടങ്ങുന്നത്? ഞാൻ ഏകദേശം 17-18 വയസ്സുള്ള സമയത്ത് തന്നെ സംരംഭത്തിലേക്ക് വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ജോലിക്കാരും ഒക്കെ ഉള്ള എനിക്ക് സ്ഥാപനമുള്ള ആളാണ്. ഇന്നിപ്പോൾ ഏകദേശം 25 വർഷം പഴക്കമുണ്ട് എൻ്റെ സ്ഥാപനം. 25 വർഷമായി. ഞാൻ ഈ വീക്കിൻ്റെ സംരംഭമായിട്ട് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അനിയനും ടൈലറാണ്. അവന് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫുൾ ടൈമായിട്ട് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സംരംഭം നിങ്ങൾ പേരിട്ടതുപോലെ തന്നെ ഹിറ്റ് ആവുകയാണ്. അന്നും സൽമാൻ നാട്ടിലുണ്ട്. സൽമാനൊന്നും കൂട്ടാണ്ട് നാസറിനെയും കൂട്ടിയിട്ടാണ് ആദ്യത്തെ കച്ചവടം. അന്ന് സൽമാൻ സ്കൂളിൽ സ്റ്റുഡൻ്റ് ആണ്. നമ്മളെ കടൻ്റെ മുന്നിൽ കൂടെയാണ് അവന് എന്ത് ചെയ്യുക കടയിൽ സ്കൂളിലേക്ക് പോകുന്നത്. 91-ലാണ് ഞാൻ ജനിക്കുന്നത് തന്നെ. നിങ്ങൾ തമ്മിൽ നല്ല പ്രായ വ്യത്യാസമുണ്ട്. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എനിക്ക് ഏകദേശം 43 വയസ്സായി. 43. പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്തൊരു സംരംഭം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും അറിയപ്പെടുന്നൊരു മേഖലയാണ്, ട്രേഡിങ്ങിൻ്റെ മേഖലയാണ്. അത് ഞങ്ങൾ 2011 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് SMCൻ്റെ ബ്രോക്കിംഗ് സെൻറ്ററോട് കൂടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ വലിയൊരു ലെവലിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് റൂമിൽ ഓഫീസ് സെറ്റ് ചെയ്തു. എറണാകുളത്ത് വന്നിട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസി ഒക്കെ എടുത്തിട്ടാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. 2011 അന്ന് ഇല്ല, അന്ന് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല. അന്ന് ഞങ്ങൾ കൊമ്മഡിറ്റി സെക്ഷനും ഇക്വിറ്റി സെക്ഷനായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇതിലേക്ക് ഫണ്ട് ആളുകളുടെ അടുത്ത് കളക്ട് ചെയ്തത് നമ്മളെ സെക്യൂരിറ്റിയിലായിരുന്നു. കാരണം ആളുകൾക്കൊന്നും ട്രേഡിംഗ് എന്താണെന്ന് അറിയില്ലല്ലോ, അവയർനെസ് ഇല്ലാത്തൊരു കാലഘട്ടം. നിങ്ങളുടെ നാട്ടിൽ അതിനെക്കുറിച്ച് തീരെ ധാരണയില്ല. തീരെ അവയർനെസ് ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ ഇതുമായിട്ട് മാർക്കറ്റിൽ വരുന്നത്. അങ്ങനെ നമ്മളെ പരിചയക്കാരിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു തുടങ്ങി. ഏകദേശം 2011 ഞങ്ങളെ സെക്കൻഡ് ക്ലൈൻ്റാണ്. ഞങ്ങളെ രണ്ടാമത്തെ ക്ലൈൻറ്റ്. ഒന്ന് എൻ്റെ ജ്യേഷ്ഠന് ഷമീർക്കാണ്. ഞങ്ങൾ 4 പേരായിരുന്നുള്ളത്. ഒന്ന് ഞാൻ, എൻ്റെ ജ്യേഷ്ഠൻ ഷമീർ, പിന്നെ സുഹൈബ്, പിന്നെ അബ്ദുൽ ബാരി. അതിൽ രണ്ടാമത്തെ ഞങ്ങൾ അക്കൗണ്ട് ഓൾ ഇവൻ്റെതാണ്, സൽമാൻ്റെതായിരുന്നു. കച്ചവടം ചെയ്തു. പ്രോഫിറ്റ് ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടായി കൊടുക്കൽ തുടങ്ങി. 11:30 വരെയാണ് അന്നത്തെ ഇത് മാർക്കറ്റിൻ്റെ ടൈം. രാവിലെ 9:30 മുതൽ രാത്രി 11. അപ്പം ഒരു 7 മണി വരെ 2 ആളുണ്ടാവും. 7 മണി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 11:30 വരെ ഒരാൾ. അങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്തിരുന്നു. 2011 തന്നെ ഈ ജപ്പാനിലെ സുനാമി ഉണ്ടായിരുന്നല്ലോ, ഫുക്കോഷിമ ആണവ റിയാക്ടറിൻ്റെ ഒക്കെ ദുരന്തത്തോട് കൂടി സുനാമി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ കയ്യിൽ ഏകദേശം ഞങ്ങളുടെ അക്കൗണ്ടിൽ ടോട്ടൽ കസ്റ്റമർ ഞങ്ങളുടെ അക്കൗണ്ടിൽ 1,63 ലക്ഷം രൂപേൻ്റെ സിൽവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നത്തെ കാലത്ത് 1,63 ലക്ഷം രൂപേൻ്റെ സിൽവർ ഉണ്ടായിരുന്നു. സിസ്റ്റത്തിലിരുന്ന ആൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ ഓരോ അക്കൗണ്ട് ഇങ്ങനെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. വാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് കാലി അടിച്ചു പോവാണ്. അന്ന് കോടീശ്വരനായിരുന്നു. ഞങ്ങൾ മാർജിൻ്റെ അപ്പുറത്തേക്കുള്ള ക്വാണ്ടിറ്റി അതിനെക്കൊണ്ട് സിൽവർ ഇറങ്ങി വന്നു. ഫുൾ അക്കൗണ്ട് വാഷ് ഔട്ടായി. അപ്പോഴാണ് രാത്രി ഫോൺ വരുന്നത്, നിങ്ങൾ എവിടെയുള്ള ഭയങ്കര പ്രശ്നമുണ്ടെന്ന് അറിയും. ഞാൻ അന്ന് സിസ്റ്റത്തിലുണ്ടായിരുന്ന നമ്മൾ 2 പാർട്ണർമാരാണ് വിളിച്ചത്. അവർ വിളിച്ച് ഞാനും ഷമീർക്കും വന്ന് നോക്കിയപ്പോൾ എല്ലാ അക്കൗണ്ടും വാഷ് ഔട്ട് ആയിട്ടുണ്ട്. 1,63 ലക്ഷം രൂപ കടക്കാരൻ. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കടക്കാരനാണ് അന്നാണ്. അതുവരെ കാശ് കണ്ടിട്ടേ ഉള്ളൂ. അന്ന് കാശ് കണ്ടിട്ടുള്ളൂ. 1 കോടി അന്നത്തെ വലിയ തുകയാണ്. അന്നത്തെ വലിയ തുക. അന്ന് 1,63 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുന്നത്തെ? 15 കൊല്ലം മുന്നത്തെ 1 കോടിയാണ് പറയുന്നത്. അന്ന് സ്വർണത്തിന് ഏകദേശം ഒരു 13,000-14,000 രൂപയൊക്കെ അറേഞ്ചുള്ളൂ. ഇന്നിപ്പോൾ 70,000 രൂപറ്റായി. ആ സമയത്ത് അത് ഞങ്ങളെ ഭയങ്കര ടെൻഷനാക്കി. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ കടക്കാരനായി മാറുന്നത്, ബാധ്യതയായി മാറി. അങ്ങനെ വീട്ടിൽ ചെന്നു. വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ ചോദിച്ചു എന്താ പ്രശ്നങ്ങൾ? ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കടം വരും, ലാഭം കിട്ടും, ഒക്കെ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യരുത്, കടം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതിമ തന്നെ അതാലോചിച്ച് അതിമ തന്നെ കെട്ടിമറയരുത്. അടുത്ത പ്രൊജക്റ്റ് ചെയ്യുക. പക്ഷേ നിലവിലുള്ള കടക്കാരെ കണ്ടിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. ആരും വീട്ടിലേക്ക് വരരുത് എന്നുള്ള ഒരു അഡ്വൈസാണ് ഫാദർ. ആരും പുറയിലേക്ക് വരരുതെന്ന് ബാപ്പ അഡ്വൈസ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് കടം ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് കാണാനുള്ള വലിയ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. ഫാദർ ഫിഷ് എക്സ്പോർട്ടിംഗ് ആയിരുന്നു. ചെറുത് മുതലേ ഇങ്ങനെ ഞാൻ എൻ്റെ വല്യമ്മ പറയും, കാലിൻ്റെ അടിയിലെ ചുവപ്പ് മാറുന്നതിൻ്റെ മുന്നേ തന്നെ ജോലിക്ക് പോയ ആളെന്ന് പറയാറുണ്ട്.
ഓ അങ്ങനെ പോയിട്ടുള്ള ആളാണ്. അങ്ങനെ സ്വന്തമായിട്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ. ബാപ്പ ഇതൊക്കെ കണ്ടതാണ്. വാപ്പ ഇതൊക്കെ കണ്ടതാണ്. വാപ്പ ഒരുപാട് പ്രതിസന്ധി നേരിട്ട ആളുകളാണ്. ബാപ്പ ഇപ്പോൾ ഒരു ബാക്ക് ബോൺ ആയിരുന്നു. വാപ്പ ഞങ്ങളെ നല്ലൊരു ഫ്രണ്ടും ബാക്ക് ബോണും ഒക്കെ ആയിരുന്നു. അദ്ദേഹം 2018 ഡിസംബറിലാണ് മരണപ്പെടുന്നത്. അത് ഭയങ്കര നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെ ഉണ്ടായ നഷ്ടമൊന്നുമല്ല നഷ്ടം. മൂപ്പര് പോയതാണ് നമ്മളെ മെയിൻ പ്രശ്നം. ബാപ്പയായിരുന്നു നമ്മുടെ. വാപ്പ നമ്മളെ ഭയങ്കര ബാക്ക് ബോൺ തന്നെ ആയിരുന്നു, സപ്പോർട്ടിങ് ആയിരുന്നു. വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ജീവിതത്തിൽ പ്രയാസപ്പെടില്ലായിരുന്നു. കാരണം മൂപ്പര് ഭയങ്കര സൊല്യൂഷൻ പ്രൊവൈഡർ ആയിരുന്നു നമുക്ക്. അല്ല, കാലം എല്ലാത്തിനും അതിജീവിക്കാൻ മനുഷ്യനെ പര്യാപ്തരാക്കുമല്ലോ. ബാപ്പയുടെ വിയോഗം വലിയൊരു വേർപാട് തന്നെയാണ്. അപ്പൊ ഈ പ്രശ്നം ബാപ്പ ഇങ്ങനെ പറഞ്ഞെങ്കിലും പ്രശ്നം തീരൂലല്ലോ. നമുക്ക് മോറൽ സപ്പോർട്ട് കിട്ടി. ഞങ്ങളെ വലിയ ബാധ്യതകൾ നമ്മളെ ഈ തന്ന പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റിയ ആളുകളെ അങ്ങനെ കടക്കാരെ ഞങ്ങൾ എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ആദ്യം ആർക്കെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ പോയി കണ്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള ആളുകൾക്ക് പോയി പൈസകൾ ഓരോ ബൈക്ക് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ബാക്കിൽ ഉണ്ടല്ലോ, കാരണം ആദ്യമായിട്ടാണ് കടക്കാരനാവുന്നതെങ്കിൽ നമ്മൾ റിസർവ് മണി ഉണ്ടായിരുന്നു. റിസർവ് മണി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആദ്യം സോൾവ് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ സോൾവ് ചെയ്തു. അങ്ങനെ പോയി. പിന്നീട് ഇനി ഇങ്ങനെ ടൈലർ ഷോപ്പ് ഉണ്ട്. ജ്യേഷ്ഠന് സീലിൻ്റെ വർക്കാണ്, റബ്ബർ സീലിൻ്റെ വർക്കാണ് വടകര. നമുക്ക് അതിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. മാമന്മാർ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു ബിസിനസ് കച്ചവടം. അത് ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ ഇത് വർക്ക് നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം ഒന്നിടപെടെ ഈ സൽമാനാണ് രണ്ടാമത്തെ ക്ലയൻറ്റ്. സൽമാൻ കാശ് തിരിച്ചുവിടും. സൽമാൻ നഷ്ടം ഉണ്ടായില്ല. എനിക്ക് ഞാൻ അന്ന് ഇക്വിറ്റിയിൽ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അന്ന് 1 ലക്ഷം രൂപ ഇട്ടുകൊണ്ട് ഞാൻ അന്ന് ഇവർ എനിക്ക് ഉപദേശം തരും, നല്ല ഷെയർ ഏതാന്നുള്ളത് മേടിച്ചോളാൻ പറയും. അതിൽ ക്രോംപ്ടണും അങ്ങനെയുള്ള ഓരോ കമ്പനീൻ്റെ ഷെയറിലാണ് അന്ന് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അന്നും ക്രോംപ്ടൺ മോട്ടർ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ടല്ലോ നിർമ്മാണ മേഖലയിൽ. അപ്പോൾ ഇവർ ഈ സബ്ജക്റ്റ് വന്ന് പറയുമ്പോൾ അന്ന് എൻ്റെ ഷോപ്പ് ഉണ്ട്. ചെറിയ 100 സ്ക്വയർ ഫീറ്റിലുള്ളൊരു ഹാർഡ്വെയർ ഷോപ്പാണ് ഞാനന്ന്. എനിക്കറിയാം, നമുക്ക് ഇവരെ വിശ്വാസമാണ്. പക്ഷേ എനിക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി യാതൊന്നും അറിയില്ല. ഇവരെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് പഠിക്കുകയാണ്. പക്ഷെ അതിലന്ന് ഞാനൊരു 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ക്രോംപ്ടൺ വാങ്ങിയപ്പോൾ ഒന്ന് താഴോട്ട് വന്നപ്പോൾ എനിക്കൊരു 1000 രൂപ ലോസ് വന്നപ്പോൾ തന്നെ നമുക്കത് 1000 രൂപയിലെ പരിപാടി നിർത്തി. സൽമാൻ ഊരിയെടുത്ത് 1000 രൂപ പോയപ്പോൾ തന്നെ കാശ് പോയിട്ട് രക്ഷപ്പെട്ടു. ക്യാഷ് വലിച്ചു. പക്ഷെ അവരുള്ള ഷെയർ മാർക്കറ്റ് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇങ്ങനൊരു സംഗതി ഉണ്ട്. ആ സമയത്തൊന്നും ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് അറിയില്ല. ഈ മൾട്ടി നെറ്റ്വർക്കില്ലേ, അതാണ് ഷെയർ മാർക്കറ്റിന്റെ ധാരണ അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതല്ല ഷെയർ മാർക്കറ്റ് എന്ന് നമ്മൾ പറയും. അത് പഠിച്ചെടുത്തു എന്തായാലും. എന്നിട്ട് ഈ കടം കുറെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് വീട്ടി. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഏട്ടൻ്റെ ഷോപ്പ് വടകരയാണ്. അങ്ങനെ ഞങ്ങളൊരു ചപ്പാത്തി കമ്പനി, ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും ഞങ്ങൾ ചപ്പാത്തി കമ്പനി. ഇന്ന് ചപ്പാത്തി കമ്പനി കൂണുപോലെ എല്ലാ സ്ഥലത്തുണ്ട്. ഞങ്ങൾ ചപ്പാത്തി കമ്പനി ഇടുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ആകെ ഒരു ചപ്പാത്തി കമ്പനിയുള്ളൂ, വളാഞ്ചേരി. അതൊരു എറണാകുളംകാരൻ്റെതാണ്. ഞങ്ങൾ നേരെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് ജ്യേഷ്ഠന് ഹാൻഡിൽ ചെയ്യാൻ അതാണ് സുഖം. കോഴിക്കോട് ചപ്പാത്തി കമ്പനി ഇട്ടു. പിന്നെ പരപ്പനങ്ങാടി സപ്ലൈ ചെയ്യാനുള്ളത് അവിടുന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വിടും. ഞാനത് എടുത്തിട്ട് ഇവിടെ സപ്ലൈ ചെയ്യും. അങ്ങനെ അതിൽ നിന്നും ടൈലർ ഷോപ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരുവിധം ഈ നമ്മുടെ കടയിൽ നിന്നുള്ള വരുമാനമല്ല, നമ്മൾ റൂട്ടിൽ പോകും. എൻ്റെ കട എനിക്ക് നല്ല വരുമാനമുള്ള കടയാണ്. പിന്നെ ഈ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരൊറ്റ സമയത്തുള്ള ഒരു 7 മണിക്ക് സപ്ലൈ ഫുള്ള് കഴിഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ഫുള്ള് സപ്ലൈ കഴിയും. അത് കഴിഞ്ഞ് ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു. അതിന് കെൻകോ എന്നാണ് അതിൻ്റെ കമ്പനീൻ്റെ പേര്. കെൻകോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ ചപ്പാത്തി ചോദിച്ചു. അപ്പോൾ കടങ്ങളൊക്കെ തീർന്നു. കടങ്ങൾ ഏകദേശം ഇങ്ങനെ തീർന്നു വരുമ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചപ്പാത്തി കട ഹിറ്റായി നല്ല ഇതായി. അത് പിന്നെ കോഴിക്കോട് ഒക്കെ തുടങ്ങി, റെയിൽവേക്കൊക്കെ നമ്മളായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മലബാർ മക്കാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ ഇടാൻ വേണ്ടിയിട്ട് ഫുഡാണ് മേഖല തിരിച്ചറിഞ്ഞു. ചപ്പാത്തി കമ്പനിക്ക് ശേഷം മലബാർ മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഒരു 260 സീറ്റുള്ള വലിയ സിസ്റ്റത്തിൽ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. പുറത്തുനിന്ന് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ ആളുകളടുത്ത് മേടിച്ചിരുന്നു. കാരണം എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ബിസിനസ്, അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ അവരെ ബിസിനസ്സും കൂടി കിട്ടുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിലും ഒരു ഇൻവെസ്റ്ററാണ്. എന്ത് തുടങ്ങിയാലും സൽമാനുണ്ട്. രണ്ടാമത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അല്ല, ഞാനത് രണ്ടാമത്തെ കമ്പനി ഹോട്ടലാണല്ലോ. അപ്പോൾ ഹോട്ടലിൽ എന്തായിരുന്നാലും പ്ലംബിങ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് വേണം. അപ്പോൾ ഞാൻ ഇവർ ആ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് തന്നെ വാങ്ങണം. അപ്പോൾ സെഫീഖ പറഞ്ഞ്, സമീർക്കാണത് പറഞ്ഞത്, സൽമാൻ നമ്മളെ ഇൻവെസ്റ്ററാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സാധനമൊക്കെ അവിടെ നിന്നാണല്ലോ എടുക്കുക.
അപ്പോൾ അതിലെനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ലാഭം ഉണ്ടാക്കി, ആ. കച്ചവടത്തിൽ അപ്പൊ അതില് പങ്കാളിയായിട്ട് ലാഭം ഉണ്ടാക്കി. അതെ, പിന്നെ ഇവരാണല്ലോ വന്ന് പറയണത്, പിന്നെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാതെ രക്ഷയില്ലല്ലോ. അങ്ങനെ മലബാർ മക്കാനി എന്ന് പറയുന്ന കട തുടങ്ങുകയാണ്. ക- എവിടെയായിരുന്നു അത് തുടങ്ങിയത്? അത് പരപ്പനങ്ങാടി തന്നെയാണ്, പക്ഷേ ടൗണിൽ നിന്ന് കുറച്ച് അകന്നിട്ടായിരുന്നു. പ്രാദേശിക കച്ചവടം വളരെ കുറഞ്ഞിട്ടാണെങ്കിലും ഈ എറണാകുളം ടു കാസർഗോഡുള്ള യാത്രക്കാരുടെ കച്ചവടമായിരുന്നു ഉദ്ദേശിച്ചത് അത്. നല്ല ലെവലിലാണ്. മറ്റേ സിറ്റിംഗ് 260 സീറ്റ് ഉണ്ടായിരുന്നു. വലിയ ഷോപ്പ്, വലിയ ആ കടയാണ്. അവല്ല 35 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബിൽഡ് ചെയ്തതായിരുന്നു. ഏകദേശം 10-63 ലക്ഷം രൂപ എക്സ്പെൻസ് ആയിട്ടുണ്ട് അതിന്. പിന്നെ അതിൽ കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ കിച്ചന് എൻട്രൻസിൽ തന്നെ കിച്ചനായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് കിച്ചൺ അതിൻ്റെ നീറ്റ്നെസ്സും ഒക്കെ കൈകാര്യം ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയിരുന്നത്. നല്ല കച്ചവടമായിരുന്നു. ഈ ശനി ഞായറുകളിൽ 1 ലക്ഷം 1.25-30 ആ റേഞ്ചിൽ കച്ചവടം ചെയ്തിരുന്നു. നോർമൽ കച്ചവടം ഞങ്ങളുടെ 80-90,000 രൂപ നല്ല രീതിയിൽ കയറി പോകുന്നു കട. കയറിപ്പോയിരുന്നു. അങ്ങനെയാണ് ഈ ഞങ്ങൾ കടൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് തന്നെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഭാഗം പെട്ടെന്ന് ഡ്രൈനേജൊക്കെ ക്ലിയർ ആക്കി ചെയ്യാണ്ടാണ് ഞങ്ങളെ കടൻ്റെ ഉദ്ഘാടനം പെട്ടെന്ന് ചെയ്തത്. 3 മാസമായി റോഡ് പണി എന്ത് ചെയ്തു, ടൗണിലേക്ക് എത്തിയപ്പോൾ പ്രാദേശിക പ്രശ്നം കൊണ്ട് റോഡ് പണി സ്റ്റക്കായി. റോഡ് പണി സ്റ്റക്കായപ്പോൾ നമ്മളവിടുന്ന് ഒരു ബൈപ്പാസ് വരും. പരപ്പനങ്ങാടി ടൗണിൻ്റെ അപ്പുറത്ത് കയറിയിട്ട് ഞങ്ങളെ കട കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങാൻ. ടൗണ് ടച്ച് ചെയ്യാതുള്ള ഒരു ബൈപ്പാസ് വന്നു. അതിൽ ഞങ്ങൾ കച്ചവടം ആകെ കുറഞ്ഞു പോയി. നല്ല നടത്തിക്കൊണ്ട് വളരെ പ്രയാസമായി. ഒന്ന് ചെറുതാക്കി നോക്കി, എന്നിട്ടും പിടിച്ച് മെയിൻ. പിന്നെ ജോലിക്കാർ ഓരോന്നോരോ റോഡേ ഇല്ലാത്ത അവസ്ഥയായി. അങ്ങോട്ടില്ല, റെന്റ് ആൾക്കാർ വരണമെങ്കിൽ നിങ്ങളുടെ കട അന്വേഷിച്ച് വരണം, എന്നാലേ വരാം. പ്രാദേശിക കച്ചവടം കിട്ടിയാൽ മാത്രം. അതും ഞങ്ങൾക്ക് 20 ചില്ലറ സ്റ്റാഫുകൾ തന്നെ ഉണ്ടായിരുന്നു. അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ പിന്നെ റമദാൻ വന്നു, ക്ലോസ് ചെയ്തു. റോഡ് പണിയല്ലേ, പൊടി നന്നായിട്ട് പാറി ആകെ പ്രയാസപ്പെട്ടു. നഷ്ടം വന്നു അതില്? ഇല്ല, നമ്മൾ ഓൾറെഡി ലാഭമാക്കിയിട്ടാണ് വന്നത്. ആ കട ലാഭം ഉണ്ടാക്കിയ വ്യക്തി സൽമാനാണ്. അതെ. പിന്നെ അതിൽ കുറേ ആളുകൾക്ക് ഇൻവെസ്റ്റേഴ്സിനൊക്കെ പകുതി പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് കൊടുത്തു, കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പിന്നീട് അതിൽ വേറൊരു ടീമിനെയും കൂടി ഇൻവെസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതൊരു മലബാർ ഹോളാക്കിയിട്ട് ഒരു ചെറിയൊരു മിനി ഓഡിറ്റോറിയം മാതിരി കൺവേർട്ട് ചെയ്ത് മാറ്റി. അതിലും കുഴപ്പമില്ലാത്ത, കാരണം നമ്മുടെ നാട്ടിൽ 45,000-60,000 രൂപേൻ്റെ ഇടയിൽ ചെറിയ പരിപാടി നടത്താൻ വലിയ ഓഡിറ്റോറിയം എടുക്കേണ്ട ഒരു അവസ്ഥയുള്ള സമയത്തായിരുന്നു ഞങ്ങൾ ചെറിയ ഓഡിറ്റോറിയം മിനി ഹോളുമായിട്ട് വരുന്നത്. അതിനെ ജനങ്ങൾ നല്ല സ്വീകരിച്ചു. കാരണം 600 ആളുകളുടെ പരിപാടിക്കും 700 ആളുകളുടെ പരിപാടിക്കൊക്കെ നമ്മൾ ഓഡിറ്റോറിയം അഫോർഡബിൾ ആയിരുന്നു. അങ്ങനെ അത് നല്ല നിലക്ക് നടക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്, കൊറോണയിൽ ലോക്കാവുന്നത്. ഫുള്ള് ലോക്കായി. ടൈലറിംഗ് ഷോപ്പും നടത്താൻ പറ്റില്ല. ടൈലറിംഗ് ഷോപ്പ് റോഡില്ല, ചപ്പാത്തി കമ്പനി കൂട്ടി, മൊത്തം ലോക്കായി. എത്ര രൂപയുടെ നഷ്ടം വന്നു ഞങ്ങൾക്ക്? ഈ 1,63,00,000 രൂപ അന്നത്തെ അത് റിക്കവറി ആയി വന്നതിന് ശേഷം ചപ്പാത്തി കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ, ലോസ് ഉണ്ടായിട്ടില്ല. പിന്നെ അതിൽ 43 ജോലിക്കാരോളം ഉണ്ടായിരുന്നു. അവർ ഈ കൊറോണക്ക് പോകുമ്പോൾ അവരെ സാലറി അവർ ഒന്നിച്ചിട്ടാണ് വാങ്ങൽ. ഈ 43 ആളുകൾ ഒന്നിച്ച് പോകുമ്പോഴുള്ള അവരെ സാലറി പെൻഡിങ്, അത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കി. അത് എല്ലാവരും കൊടുത്ത് ഒഴിവാക്കി, ആരും പിടിച്ചിട്ടില്ല. അതൊരു പ്രയാസം ഉണ്ടാക്കി. പിന്നെ ഈ ഹോള് പൂട്ടിയത്, അതിൽ കുറേ ആളുകൾ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിരുന്നു, അത് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രയാസം, ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു കച്ചവടത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ കച്ചവടം എല്ലാം ഒന്ന് മാറ്റി ഒന്നിനെ ഹിറ്റാക്കി എന്തായാലും എടുത്തു. നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പരപ്പനങ്ങാടിയിൽ നിന്ന് തെളിയിച്ചു. നമുക്ക് ആകെ പറ്റിയത് സിൽവർ മേലുണ്ടായ ആ ഒരു ലോസാണ് പ്രധാനമായിട്ടും വന്നത്. അതിനുശേഷം ഇനി ഞാനൊന്ന് സൽമാനിലേക്ക് പോവുകയാണ്. സൽമാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റായി നല്ലൊരു കച്ചവടക്കാരനായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അന്ന് വിക്യുവിൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ് സൽമാൻ്റെ സമയം. സൽമാൻ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു സൽമാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നോ? അല്ലല്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ 1-2 ഇൻവെസ്റ്റേഴ്സിനെ പോയി കണ്ടു. അതിൽ ചില ആളുകൾ കൺസെപ്റ്റ് തന്ന്, പക്ഷേ അതിൽ ഒരാൾ എന്നോട് പറഞ്ഞത് നല്ല കൺസെപ്റ്റാണ്, പക്ഷേ ഞാൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ സൽമാൻക്ക് ഒരു 30 ലക്ഷം തരാം. 30 ലക്ഷം സൽമാൻ തരും. ആ ഫണ്ട് 30 ലക്ഷം സൽമാൻ ബിസിനസ്സിന് ഇറക്കണ്ട, സൽമാൻ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം, ടേക്ക് ഹോം ആണ്. ബാക്കി വരുന്ന ഫണ്ട് എന്താണോ ബിസിനസ്സിന് ആവശ്യമുള്ള ഫണ്ട് അത് ഞാൻ ഇറക്കും. ആ ഇറക്കുന്ന ഫണ്ടിനൊരു മാസം നിശ്ചിത ഡിവിഡൻറ്റും അതിനുപരി കമ്പനീൻ്റെ 75% ഷെയറും എനിക്ക് വേണം. അപ്പോൾ സൽമാൻ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ എന്തായാലും
അതായത് സൽമാൻ 25% ഷെയറും ആൾക്ക് 75% ഷെയറും. അതെ, അത് പുള്ളിൻ്റെ ഒരു നിർദ്ദേശമാണ്. ഞാൻ പറഞ്ഞു പുള്ളിനോട് തന്നെ മുഖത്ത് വയ്ക്കാൻ നമ്മൾ പറയേണ്ടി വന്നു. കാരണം ആ ഒരു പറച്ചിൽ നമുക്കൊരു വിഷമമായി. നല്ലൊരു കൺസെപ്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വയനാട് നമ്മളെ ചുരം ബ്രിട്ടീഷുകാർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്ത കരിന്തണ്ടനാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്ക് കൈ കൊടുത്തിറങ്ങി. അതിനുശേഷം പിന്നെ ഒരു ആളുകളോട് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വിഷമം വന്നതെന്ന് പറയുന്നത്, നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ മുന്നിൽ വെച്ചിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ പോലും ഒരാൾക്കും നെഗറ്റീവ് പറയാനില്ല. ആ സമയത്ത് നമ്മളുടെ മുന്നിലൂടെയാണ് ഓരോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെ കോടികൾ ആളുകൾ എന്ത് ചെയ്യുന്നത് പറ്റിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഞാനിപ്പോൾ വീക്കിൻ്റെ പിന്നാലെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ഇറങ്ങിയപ്പോൾ എൻ്റെ വേറെ 1-2 ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് താഴോട്ട് ഡൗൺ ആയി. അപ്പോൾ അവിടെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ച ടീം ശരിയല്ല. കാരണം എൻ്റെ സാന്നിധ്യം നല്ലോണം കുറഞ്ഞു. അത് എൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞാൽ അത് താഴോട്ടാണെന്ന് അത് ബോധ്യപ്പെട്ടു. അത് പിന്നെ ഞാൻ ആലോചിച്ചെന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നല്ലൊരു ടീമും കൂടി ഇനി ഉണ്ടാക്കണം. കാരണം ഞാനില്ലെങ്കിൽ ആ ടീം ഒരു സിസ്റ്റമാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു ടീം വേണം. അങ്ങനെ ആര് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കറിയാവുന്ന ഒരു ടീമാണ് പരപ്പനങ്ങാടിയിൽ സഫീഖ് ഭായും അതേപോലെ സമീർക്ക ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്. പിന്നെ ആണെങ്കിൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നത് അവർ സ്വന്തമായിട്ടേ ബിസിനസ് ചെയ്യുള്ളൂ, വേറൊരു ബിസിനസ്സിന് പാർട്ടാവില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു. അതെ, ചോദിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരൊന്ന് വിളിച്ചു നോക്കാമെന്നുള്ള രീതിയിൽ വിളിച്ചപ്പോൾ സമീർക്ക പറഞ്ഞത്, ഈ കൺസെപ്റ്റ് കേട്ടപ്പോൾ സമീർക്ക പറഞ്ഞു, നാളെ തന്നെ നമുക്ക് ഇരിക്കാം, നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് സമീർക്ക എന്നോട് പറഞ്ഞത്, ഞങ്ങളിവിടെ ഓരോ ബിസിനസ്സിൽ കൈവെക്കുമ്പോൾ സൽമാൻ ഞങ്ങളെ കൂടെ ഉണ്ട്. ആ സമയത്ത് സൽമാൻ്റെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ഒന്നും പോകില്ല, നല്ലൊരു ബിസിനസ്സാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് എക്സ്പാൻഡിങ് ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ എങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇവർ വെറുതായ ഒരു രീതിയിൽ ബിസിനസ് ആയിട്ട് പോവുള്ളൂ, നമ്മളെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് വരില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൺസെപ്റ്റ് മിഷനൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കത് ഇഷ്ടമായി, നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. ഈ സൽമാനിവിടെ കച്ചവടം ഡൗൺ ആയി. നമ്മളിപ്പോൾ കഴിഞ്ഞ് പോയിട്ട് 2 വർഷത്തോളം ആവാറായി. 2 വർഷത്തിന് മുന്നെയാണ്. അപ്പോൾ ഈ കച്ചവടം ഡൗൺ ആവുന്നു, സൽമാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നു. ആൾക്കാർ, എനിക്ക് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് ചെല്ലുന്ന ആൾക്കാരോട് യാതൊരുവിധ ഔദാര്യപൂർവ്വമായിട്ടുള്ള സമീപനം ആരും എടുക്കൂല. ഇവനെങ്ങനെയും ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. അതിൻ്റെ കഥ കേൾക്കാം, നോക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. അപ്പോൾ ഇവിടെ കച്ചവടം കുറയും, നമ്മൾ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. അപ്പോൾ സൽമാൻ എങ്ങനെ ഇതിനെ മറികടന്നു? സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിഷൻ എനിക്ക് 100% ഉറപ്പുണ്ട്, ഈ സാമ്പത്തിക പ്രയാസം ഒരു താൽക്കാലികമാണ്. അത് ഒരു താൽക്കാലികം മാത്രമാണ്. പക്ഷേ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നല്ലതുമാണ്. കാരണം ആരാണ് നമ്മളെ കൂടെ ഏത് സമയത്ത് ഉണ്ടാകും എന്നുള്ളൊരു അറിവ് തരുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു അറിവും എൻ്റെ ഒരു പുതിയ വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയാൽ അതൊരു ഒരു വലിയൊരു നല്ല കാര്യമാണ്. കാരണം എപ്പോഴും മനസ്സിലാക്കാൻ വൈകിയാൽ അത് വലിയൊരു പ്രയാസമാണ്. അപ്പോൾ വീക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ മുന്നേ തന്നെ ഈ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ പല ആളുകളും പല രീതിയിലും എന്നെ ഉപദേശിച്ചവരുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മളോട് പറയാൻ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പല രീതിയിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പല ആളുകളും നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ആളുകൾ അത് പറയുമ്പോൾ ഉള്ളൊരു വിഷമമാണ്. കാരണം ഈ പ്രൊജക്റ്റ് കേൾക്കുമ്പോൾ, വിഷൻ കേൾക്കുമ്പോൾ, ഇത് സൽമാൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ സൽമാൻ്റെ ഒരു ആഗ്രഹമാണ്, ഇത് ഇങ്ങനെ ആവണം, 200 ഫ്രാഞ്ചൈസി വരണം, ഇതൊക്കെ സൽമാൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് നടക്കുമെന്ന് സൽമാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഇത് നടന്നാലല്ലേ സൽമാൻ, ഇത് നടന്നിട്ടില്ലെങ്കിലോ എന്നാണ് ചോദിക്കൽ. അപ്പോൾ ആ ചോദ്യത്തിന് ഞാൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ്, നമ്മൾ ഇപ്പോൾ യൂസുഫ് അലിക്ക ലുലു മാൾ തുടങ്ങുന്നതിന് മുന്നേ ഫാമിലിപ്പെട്ടവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉപദേശിക്കുകയാണ്, ഈ മാൾ ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ സ്പേസും മറ്റുള്ളവർ റെൻറ്റിനെടുക്കണ്ടേ, അങ്ങനെ ആരും റെൻറ്റിനെടുത്തിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ച് ആ ചോദ്യം ശരിവെച്ചിരുന്നെങ്കിൽ ഇന്ന് ലുലു മാൾ ഇല്ല എന്നാണ് ഞാൻ അയാളോട് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ എന്തായാലും എന്നാൽ സൽമാൻ്റെ വിശ്വാസം സൽമാനെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോഴും നമ്മളെ ഇതിൽ ഉറപ്പില്ല. പക്ഷേ നമുക്ക് ഉറപ്പുണ്ട്,
100% ഗ്യാരണ്ടി വരും. 2030 വിക്യുവിൻ്റെ 200 ഫ്രാഞ്ചൈസി കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കും. ഇതിൽ യാതൊരു സംശയമില്ല. അല്ല, അതിൻ്റെ ആദ്യത്തെ ഘട്ടം ചേരാനല്ലൂർ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അതെ, വലിയൊരു കാരണം പല ബ്രാൻഡുകൾക്കും സ്വപ്നം കാണാൻ പറ്റാത്തൊരു ഓഫീസ് ചേരാനല്ലൂർ NH സൈഡിൽ വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് സൽമാൻ ഇവരുടെ അടുത്തേക്ക് അതെ. ഞാൻ സമീർ ഖാനോട് സംസാരിച്ചു. സമീർ ഖാൻ, സഫീഖ, ഞാനും ഒരുമിച്ച് ഞങ്ങളെ ഒരു ഡയറക്ടറും കൂടി ഉണ്ട്, റബിയും കൂടി ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് എൻ്റെ വിഷയം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കൈകൊടുത്ത് ഒരുമിച്ച് മുന്നോട്ട്. അതുപോലെ പണപരമായ ഒരു ബുദ്ധിമുട്ടിന് നേരിടണ്ട എന്ന് അതെ, പറയും. അവർ ഫണ്ടിൻ്റെ കാര്യം അവർ കൈകാര്യം ചെയ്യും, നമ്മൾ ഈ വിഷയം സക്സസ് ആക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ കുറേ നേരമായിട്ട് നമ്മളെ എല്ലാ ആൾക്കാരും കേൾക്കുന്നുണ്ട്, നമ്മുടെ ഈ വിഷൻ കേട്ടു. എനിക്ക് തന്നെ എന്താണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ആ വിഷൻ എന്താണ്? ദ കംപ്ലീറ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ എന്നുള്ളതാണ് വിക്യു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വിക്യു എന്നാൽ വാല്യൂ ക്വാളിറ്റി എന്നുള്ളതാണ്, അതിൻ്റെ ഷോർട്ടാണ് വിക്യു. ഇതിൽ നമ്മൾ പ്ലംബിംഗ് ഫസ്റ്റ് ഘട്ടമായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് സാനിറ്ററി മേഖലയിൽ കേരളത്തിലെ ടോട്ടൽ ടേൺ ഓവർ ഇതിൽ ഞാനിപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതലാണ്, എങ്കിലും കണക്ക് പ്രകാരം ഏറെക്കുറെ ഞാൻ ശേഖരിച്ച് വെച്ച കണക്കാണ് 25,000 കോടിയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ. അതിൻ്റെ 1% വിക്യുവിലൂടെ ബിസിനസ് നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിഷനുണ്ട്. അത് വന്നാൽ 200 ഫ്രാഞ്ചൈസിയിലൂടെ 250 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 250 കോടിയാണ് 25,000 കോടിൻ്റെ 1%. അത് ഒരു വർഷത്തേക്ക് നമ്മൾ 250 കോടിൻ്റെ ടേൺ ഓവർ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അതിൻ്റെ മിഷൻ നന്നായിട്ട് പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ഷോറൂം 10 ലക്ഷത്തിൻ്റെ ബിസിനസ് നടക്കുന്ന ഒരു ഷോറൂം 200 ഷോറൂം വന്നു കഴിഞ്ഞാൽ ഒരു മാസം 20 കോടിൻ്റെ സെയിൽ നടക്കും. 20 കോടിൻ്റെ മേലോട്ട് സെയിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിഗറിലേക്ക് എത്തും. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡെഡ് ലൈൻ 2029 2030 പൂർണ്ണമായിട്ട് അതിലേക്ക് എത്തും. അതിൽ തന്നെ നമ്മൾ 500 സ്ക്വയർ ഫീറ്റിൽ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ 10 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് കീപ്പ് ചെയ്തുകൊണ്ട് 15 ലക്ഷം രൂപ മതി ഒരാൾക്ക് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യാൻ. 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാം. എല്ലാം പറ്റും. അതിൻ്റെ ഇൻറ്റീരിയറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെറിയ ഞാൻ വിക്യുവിൻ്റെ ഫ്രാഞ്ചൈസി കൺസെപ്റ്റ് മുമ്പ് സ്പാർക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ അന്ന് വലുതായിരുന്നു. ഞാനതിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി. ചെറിയ പ്ലംബിംഗ് സാനിറ്ററി വെയറിൻ്റെ സ്ഥാപനം നടത്തുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പഠിച്ച് അതിനൊരു സൊല്യൂഷനാണ് വിക്യു. ഒരു ചെറിയൊരു ഫ്രാഞ്ചൈസി, ചെറിയൊരു സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഒരു പ്രശ്നമാണ്. വലിയൊരു കടക്കാരന് ഒരു ടൗണിൽ വലിയൊരു കട ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ പല പ്രൊഡക്റ്റും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വിക്യുവിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ് കസ്റ്റമറിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് മാറും. നമ്മൾ സെയിലല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹെൽപ്പിംഗ് ആണ് കസ്റ്റമറിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള പ്രൊഡക്റ്റ് വിക്യുവിലൂടെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. ഇതിൽ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് ഡെഡ് സ്റ്റോക്കുകളുടെ പ്രശ്നം വരില്ല. 3 മാസമായിട്ട് സെയിൽ നടക്കാതെ കിടക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ചെടുത്തിട്ട് കേരളത്തിലുടനീള ഫ്രാഞ്ചൈസികൾ വരുമല്ലോ. അപ്പോൾ അതായത് ഏത് ഭാഗത്തേക്കാണോ അത് ആവശ്യം വരുന്നത് അങ്ങോട്ട് നീക്കം ചെയ്യും. ഡെഡ് സ്റ്റോക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞാൽ പോയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റിസ്ക് നമ്മളെ വിക്യു ടീമിനായിരിക്കും. ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ഒരാൾ അവിടെ ഒരു 30,000 ഒരു 50,000 രൂപേൻ്റെ സെയിൽ ഇന്ന് നടന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരാളാണെങ്കിൽ ആ എന്ത് സ്റ്റോക്കാണോ ഷോർട്ടുള്ളത് ആ ഷോർട്ട് നോക്കിയിട്ട് ഓർഡർ കൊടുക്കണം. ആ ഓർഡർ വരുത്തുന്നത് വരെ സമയം വരും. ഇതൊന്നുമില്ല. നമ്മളെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇരുന്നിട്ട് നമ്മളെ സോഫ്റ്റ്വെയറിൽ ഫ്രാഞ്ചൈസിയിൽ ഇന്ന് നടന്ന ബിസിനസ് എന്താണോ അത് ക്ലോസിങ് സമയത്ത് നമ്മളെ ടീം എന്ത് ചെയ്യും, ഓർഡർ സെക്ഷനിലേക്ക് കൈമാറും. ഇന്ന് ഇങ്ങനെ സെയിൽ നടന്ന ഓർഡറുകൾ കൈമാറും. നാളെ തന്നെ അത് എന്ത് ചെയ്യും നമ്മൾ. അതുപോലെ തന്നെ ഒരു 200 ഓൺട്രപ്രണർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിക്യുവിൻ്റെ മറ്റൊരു വിഷനും കൂടി വരുന്നത്. അങ്ങനെ നല്ല നാടിനിപ്പോൾ ഞങ്ങൾ 200 ഫ്രാഞ്ചൈസി വന്നാൽ തന്നെ
അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ മിനിമം ഒരു കോടീശ്വരനെ നമ്മൾ കേരളത്തിന് സംഭാവന ചെയ്യും. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് 200 ഫ്രാഞ്ചൈസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേൺ ഓവറിൻ്റെ 1% ഞങ്ങൾ സമ്മാനത്തിന് വേണ്ടി മാറ്റിവെക്കും. സമ്മാന പെരുമാക്കാരം എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെക്കുമ്പോൾ ഞങ്ങളതിൽ ഒന്നാമത്തെ പ്രൈസ്, ഒന്നാം സമ്മാനമായിട്ട് കാണുന്നത് 1 കിലോ ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ആ 1 കിലോ ഗോൾഡ് എന്തായാലും ഒരു വ്യക്തിക്ക് കിട്ടും. അതിലൂടെ നമ്മൾ കേരളത്തിന് ഒരു കോടീശ്വരനെ സമ്മാനിക്കും. അത് 1000 രൂപൻ്റെ പർച്ചേസ് ചെയ്യുന്നവർക്കൊരു കൂപ്പണാണ്. അതാണ് 200 ഫ്രാഞ്ചൈസി ആകുമ്പോഴാണ്. അതിൻ്റെ മുന്നേ നമ്മൾ 30 ഫ്രാഞ്ചൈസി തൊട്ട് തന്നെ നമ്മൾ പല സമ്മാന കൂപ്പണുകളും ചെയ്യുന്നുണ്ട്. ഇതുപോലെ സൽമാൻ്റെ ഐഡിയ എന്ന് പറയുന്നത് 250 ഫ്രാഞ്ചൈസി വരിക, അവർ 3 മാസത്തിൽ കൂടുതൽ ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവില്ല, 15 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സംഭവം തുടങ്ങാൻ പറ്റും. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒരു മാസം എന്ത് കച്ചവടം ഉണ്ടാവും? ഈ 15 ലക്ഷം രൂപ എനിക്കന്ന് തിരിച്ചു കിട്ടും. കാരണം ഞാൻ 15 ലക്ഷം രൂപ തന്നിട്ട് സൽമാൻ ഈ സ്റ്റോക്ക് 3 മാസം കൂടെ മാറ്റിയാൽ പോലെ എനിക്ക് കാശ് തിരിച്ചു കിട്ടണമല്ലോ. അതെ. അപ്പോൾ അതിൽ ഒരു മാസം നമ്മൾ ഒരു നാട്ടിൽ നമ്മൾ ഫ്രാഞ്ചൈസി വരുന്ന ടൗണ് നമ്മൾ പഠിച്ചിട്ട് അവിടുത്തെ ബിസിനസ്സിൻ്റെ ഒരു വർഷത്തിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ 1% നമ്മൾ നോട്ടിടുന്നുള്ളൂ. അത് മുഖേന ബിസിനസ് ചെയ്യുമ്പോൾ മിനിമം 10 ലക്ഷം രൂപേൻ്റെ സെയിലാണ് ഒരു ഷോപ്പിൽ നടക്കുക. മിനിമം ഒരു മാസം. അതെ. ആ 10 ലക്ഷത്തിൽ ആവറേജ് 20% നെറ്റ് പ്രോഫിറ്റ് വരും. നെറ്റല്ല, പ്രോഫിറ്റ് വരും. അതിൽ എക്സ്പെൻസും വാടക സാലറി ഒഴിവാക്കി കഴിഞ്ഞാൽ നെറ്റ് 10% എന്തായാലും വരും. അത് മുഖേന 1.5 വർഷം കൊണ്ട് ഇൻവെസ്റ്റർക്ക് അവരുടെ ഫണ്ട് 100% റിട്ടേൺ കിട്ടും. 1.5 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും. 100% റിട്ടേൺ കിട്ടും, ക്യാപിറ്റൽ റിട്ടേൺ കിട്ടും. അപ്പം നമ്മുടെ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് 15 ലക്ഷം രൂപയാണ് ആകെ ചെലവ്. നിലവിൽ ഫസ്റ്റ് ഘട്ടം 50 ഷോറൂമിൻ്റെതാണ്. ഇങ്ങനെ 4 ഘട്ടമായിട്ടാണ് നമ്മൾ 200 ഫ്രാഞ്ചൈസി കൊണ്ടുവരുന്നത്. ഈ ഫസ്റ്റ് ഘട്ടം മാത്രം 500 സ്ക്വയർ ഫീറ്റ് മിനിമം മതി. അതിന് മേലോട്ട് എത്രയായാലും കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക. പക്ഷേ മിനിമം 500 സ്ക്വയർ ഫീറ്റ് വേണം. അത് ഫസ്റ്റത്തെ 50 ഷോറൂമിനാണ് ഈ റൂൾസ്. അത് നമ്മൾ ഈ ഫസ്റ്റത്തെ 50 കഴിയുമ്പോൾ അപ്ഡേഷനുകൾ വരുത്തും, പരിപാടിയിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമുണ്ട്. അതെ അതെ അതുണ്ട്. അതെ, സൽമാൻ ഇവിടെ നിന്ന് പോയപ്പോൾ സൽമാൻ അന്ന് വീക്കിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് കണ്ട് പിരിയുമ്പോൾ പോരുന്നുണ്ടായിരുന്നത്. അന്ന് സൽമാൻ ഒരു വലിയ കെട്ടിടം അന്ന് തൊട്ട് എടുത്ത് വയ്ക്കുന്ന ഈ കാണുന്നതിന് വലിയൊരു റെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ റെൻ്റ് കൊടുക്കണം, ഈ ബാധ്യതകൾ തീർക്കണം. ബാധ്യതയല്ല, ഇതിന്മേലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവരെ കാണുന്നത് ഈ അടുത്താണ്, കുറച്ച് കാലമേ ആയുള്ളൂ, 1 വർഷത്തിനടുത്തേ ആവുന്നുള്ളൂ അല്ലേ? 1 വർഷം 1.5 വർഷത്തിനടുത്ത്. അപ്പോൾ ബാക്കിയുള്ള സമയം സൽമാൻ എങ്ങനെ കച്ചവടം അവിടെ കുറഞ്ഞു, ഇവിടുത്തെ റെൻ്റ് കൊടുക്കാനുള്ള വരുമാനം അവിടെ നിന്ന് കിട്ടില്ല. സൽമാൻ എന്ത് ചെയ്തു? അത് കാരണം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അവർ ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നടക്കും, പക്ഷേ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ല. ആ ബിൽഡിങ്ങിൽ ഞാൻ എടുത്ത ആ ബിൽഡിംഗ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീക്കിന് വേണ്ടി എടുത്ത ബിൽഡിംഗ് ആണല്ലോ. ആ ബിൽഡിംഗ് ഞാൻ എടുക്കുമ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ഓണേഴ്സ് ഒരു ഡേവിഡ് ഏട്ടനും പോളേട്ടനാണ്. ഇവർ പോളേട്ടനോട് ഞാൻ എൻ്റെ വിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളേട്ടൻ എനിക്ക് ആ വിഷനിലുള്ള വിശ്വാസം കാരണം എനിക്ക് 6 മാസത്തെ വാടക ഒഴിവാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാടകൻ്റെ കാര്യത്തിൽ പല രീതിയിലും ഏകദേശം ഇപ്പോൾ 2 വർഷം ആവാനായി പല രീതിയിൽ എൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു പോളേട്ടൻ ചെയ്തിരുന്നത്. പോളേട്ടനും ഡേവിഡ് ഏട്ടനും അതിൽ ഒരുമിച്ച് നമുക്ക് കൂടെ നന്നായിട്ട്, അതായത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ, അതായത് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും അത്രയും വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു സപ്പോർട്ട് വേറെ ഏതെങ്കിലും ബിൽഡിംഗ് ഓണർ ആണെങ്കിൽ തരില്ല. വാടക ഒഴിവാക്കിയിട്ട് 6 മാസം വാടക എന്ന് പറയുമ്പോൾ ഏകദേശം 12 ലക്ഷം റുപ്യോളായി, 2 ലക്ഷം റുപ്യ. മറ്റു പല രീതിയിലും നമ്മളിവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ പല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് ഓണറെ നമുക്ക് കിട്ടാൻ പാടാണ്. ഇന്നത്തെ കാലത്ത് കിട്ടാൻ പാടാണ്. അവരുടെയും കൂടി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ. വീട്ടുകാരെങ്ങനെയായിരുന്നു സപ്പോർട്ടീവായിരുന്നു? വീട്ടുകാർക്കും എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്കും അതേപോലെ നാട്ടിലെ ചില ആളുകൾക്ക് അറിയാം സൽമാൻ സക്സസ് ആകും, അത് യാതൊരു സംശയമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. വീട്ടുകാരും അതിൽ ഫുള്ള് സപ്പോർട്ടാണ്, വൈഫിൻ്റെ വീട്ടുകാരും അതിൽ സപ്പോർട്ടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ അവരെന്തെങ്കിലും കൂടെ ഉണ്ട്, അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു ചിലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? നമ്മളിപ്പോൾ വീക്കിൻ്റെത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ കാർ യാത്ര കുറച്ച് ബസ് യാത്ര ആക്കി. അതുപോലെ സ്വന്തമായിട്ടൊരു കമ്പനീൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ പല ആളുകൾക്ക് എൻ്റെ അറിയാം. എങ്കിലും ഞാൻ ചിലവ് ചുരുക്കി, മാക്സിമം ചിലവ് ചുരുക്കി, ഭക്ഷണ രീതികൾ കുറച്ച്. അതുപോലെ ഞങ്ങളിപ്പോൾ
ഈ വീക്കിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഞാൻ ഷെഫീഖ് ഭായിനോട് പറയും നമുക്ക് റൂം എടുക്കാം. ഷെഫീഖ് ഭായാണ് അത് വേണ്ട, നമ്മൾ ഇവിടെ തന്നെ കിടക്കാൻ നല്ല ഫിനിഷുള്ള സ്ഥലമുണ്ട്, ഫ്ലൈവുഡിലാണ് കിടന്നത് 3 മാസം. ഞങ്ങൾ 3 മാസം അതിൻ്റെ ഉള്ളിൽ റൂം തന്നെ എടുത്തില്ല, ഇല്ല, പ്ലൈവുഡ് പരമാവധി എക്സ്പെൻസ് കുറച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളത്. 3 മാസം പോലെ ഞങ്ങൾ പ്ലൈവുഡ് കിടന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അതിൽ എൻ്റെ എക്സ്പീരിയൻസ് അല്ല, ഇവർ പഠിച്ച പാഠത്തിൽ നിന്ന് അവരെടുത്തൊരു ഡിസിഷനാണെന്ത് റൂം വേണ്ടെന്നുള്ളത്. ഒട്ടനവധി കച്ചവടം ചെയ്തൊരു MBA കാരനായി കഴിഞ്ഞു, ചിലവ് ഇവിടെ ചുരുക്കാതെ പഠിച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ഇവർക്കുണ്ട്. കാരണം ഇവർക്ക് ഒരുപാട് ബിസിനസ് ചെയ്ത് എന്തുകൊണ്ട് ബിസിനസ് പൊട്ടി എന്നുള്ളത് ഇവർക്ക് അറിയാം. അപ്പോൾ അത് എനിക്കിവിടെ നികത്താൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷെഫീഖ് ഭായ് എന്ത് ചെയ്ത് റൂം എടുക്കണ്ട എന്നുള്ളത്. ആ രീതി ഞങ്ങൾ മാക്സിമം ചെലവ് ചുരുക്കിയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഫിനാൻഷ്യലി ഇവരെല്ലാം ഏറ്റെടുത്തില്ല, സൽമാൻ നോക്കാനല്ലോ. ഇല്ല, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഓണ്ടർപ്രണർ ആരാണോ അവരുടെ വിജയമാണ്. അന്ന് ഇവിടുന്ന് സൽമാൻ പോയി ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ സൽമാൻ എന്ന് പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കി എടുത്തു. ഇന്നത്തെ കമ്പനിയുടെ വാല്യുവേഷൻ എത്രയാണ്? ഇന്നിപ്പോൾ BQൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ ഈ കമ്പനീൻ്റെ വാല്യുവേഷൻ 50 കോടിൻ്റെ മേലായിട്ടാണ് വാല്യുവേഷൻ ഉള്ളത്. 50 കോടിക്ക് വാല്യുവേഷൻ, ഇത്രയും വലിയൊരു വാല്യുവേഷനിലേക്ക് കമ്പനി വളർന്നു ചെറിയ കാലം കൊണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പോൾ ഫ്രാഞ്ചൈസി കൊണ്ടുവരുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. BQ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയൽ മേഖലയിൽ നല്ല ഏറ്റവും നമ്പർ 1 ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് BQൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഇപ്പം 50 കോടിയാണ്. എത്ര ഫ്രാഞ്ചൈസികളായിട്ടുണ്ട് നിലവിൽ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞു, അതിൽ തന്നെ ഒരു ഫ്രാഞ്ചൈസി കമ്പനി നേരിട്ട് തന്നെയാണ് ആ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 11 കമ്മിറ്റഡ് ആയിട്ടുണ്ട്. 11 ഫ്രാഞ്ചൈസികൾ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് അടുത്ത മാസം 1-2 ഷോറൂമിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ മാസവും ഓരോ ഷോറൂമിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും. അതിൽ തന്നെ ഓരോ മാസവും ഒന്നല്ല 1-ൽ കൂടുതൽ ഷോറൂമുകൾ ഓപ്പൺ ആയിരിക്കും. അല്ല, ഓൾറെഡി 11 അത്യാവശ്യം നല്ല ലീഡ് നിങ്ങളെ തേടി വരുന്നുണ്ടാകാം. നിങ്ങൾ ഈ വർഷം 50 പേരെയാണ് പ്ലാൻ ചെയ്യുന്നത്. പുതിയ 50 ഓണ്ടർപ്രണർമാരെ ഉണ്ടാക്കുന്നത്. 50 ഓണ്ടർപ്രണർ. ഞാൻ വീണ്ടും ഷെഫീഖ് ഭായിലേക്ക് ഒന്ന് പോവുകയാണ്. സൽമാൻ്റെ വിഷൻ പറഞ്ഞു, കമ്പനിയുടെ വളർച്ച പറഞ്ഞു. പക്ഷേ ഷെഫീഖ് ഭായ് അവിടെ നിർത്തിയേക്കുവാണ്. 2018 ഷെഫീഖ് ഭായിക്ക് ഫുൾ നഷ്ടം വന്നു, കൊറോണ കാരണം പൂട്ടി. പിന്നെ എങ്ങനെയാണ് ഷെഫീഖ് തിരിച്ചു വരുന്നത്? എങ്ങനെയാണ്? 2018 ശേഷം 2018 ഫാദർ മരിച്ച ആ സ്റ്റെക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. ഭയങ്കര നഷ്ടമായിരുന്നു വാപ്പാൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ. അവിടുന്ന് 2019 വേറൊരു ഹോസ്പിറ്റലൈസ്ഡ്, വൈഫിന് ട്യൂമറാന്ന് അറിയുന്നത് 2019. വീണ്ടും പ്രശ്നമാണ്. വീണ്ടും പ്രശ്നമായി. വൈഫിന് ട്യൂമറായിട്ട് ഹോസ്പിറ്റലിൽ കുറേ, അതുമാതിരി ബാംഗ്ലൂരായിരുന്നു അവരെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. 1 കൊല്ലം ഞാൻ കൊറോണയ്ക്ക് ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് അവിടെ ലോക്കായിപ്പോയി. 6 മാസം അവിടെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ലോക്കായിപ്പോയി. ലോക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടായ പൈസ ഫുള്ള് റൂമും ഫുഡും കൊണ്ട് തീർന്നു. വിചാരിച്ച സമയത്ത് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റിയില്ല. അത് നമ്മളെ ഫാൾട്ടിൽ ഹോസ്പിറ്റലൊക്കെ 30-ലധികം ഓപ്പറേഷൻ തിയേറ്ററുള്ള ഹോസ്പിറ്റലിൻ്റെ നിമാൻസാർ ഹോസ്പിറ്റലായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റിനത്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ക്ലോസ് ചെയ്ത് വെറും 3 തിയേറ്റർ മാത്രം ഓണാക്കിയിട്ടുള്ളായിരുന്നു. അതിൽ അവരെ നമുക്ക് നമ്മളെ വൈഫിൻ്റെ അസുഖം വലുതാണെങ്കിലും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വൈഫിൻ്റെ അസുഖം വളരെ ചെറുതായിട്ടാണ് വരുന്നത്. നമ്മളെക്കാട്ടി സീരിയസ് ഉള്ള ആളുകൾ വരുമ്പോൾ നമ്മളെ ഡേറ്റ് ബാക്ക് ഇങ്ങനെ പോകും. അങ്ങനെ 5-8 മാസം അങ്ങനെ തന്നെ നിന്നു. ഒരുപാട് പ്രാവശ്യം നാട്ടിലേക്ക് വന്നു പോയി. ലാസ്റ്റ് 2020 അവൾ ഓപ്പറേഷൻ കഴിഞ്ഞു. 2020 ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു 14 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ഈ ബാധ്യതയുടെ മുകളിൽ തന്നെ ആ പൈസ ആയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ കൊറോണൻ്റെ ഈ ഇത് കാരണം ഒരാൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അവൾ ഒറ്റയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു കൊടുന്നു. ഇപ്പോൾ അവൾ ഓക്കെയാണ്. കണ്ണിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് പോയെന്നുള്ളൂ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഇവൻ ജ്യേഷ്ഠനുമായി കോണ്ടാക്ട് ചെയ്തു. ജ്യേഷ്ഠനുമായിട്ട് വന്ന് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഫണ്ടിങ് ഞങ്ങളുടെ സെക്ഷനാണല്ലോ. ഫണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്ഷന്. അങ്ങനെ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫണ്ടർമാരുണ്ടായിരുന്നു. കുടുംബത്തിൽ തന്നെ ഇഷ്ടംമാര് ഫണ്ടർമാരുണ്ട്. എല്ലാവരും സമീപിച്ചപ്പം അവർക്ക് ഞങ്ങളെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവരെല്ലാം ഞങ്ങൾ കഴിഞ്ഞു പോയ ബിസിനസ്സിലേക്കും ഞങ്ങളിലേക്കും നോക്കിയപ്പോൾ അവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മടിച്ചു. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ലെങ്കിലും ഈ ഹോട്ടൽ പൂട്ടിയത് വലിയൊരു തിരിച്ചടിയായി.
അതിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചു, കൂട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ പിന്നെ ഒരുപാട് ആളുകളെ സമീപിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തത് ഇത്രയും വലിയൊരു ഫണ്ട് സ്വീകരിക്കാൻ പറ്റിയത്. അതിൽ ഒരു മുഖ്യ പങ്ക് എൻ്റെ ജ്യേഷ്ഠനക്കാണ്. കാരണം ജ്യേഷ്ഠനക്ക് നല്ല കോണ്ടാക്റ്റ്, നാട്ടിൻ്റെ അപ്പുറത്തേക്കും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. അവർ മുഖേന ഇപ്പോൾ വീക്കിൻ്റെ ഫണ്ടിങ് എല്ലാം സ്മൂത്തായി തിരിച്ചെടുത്തു. പിന്നെ നമുക്ക് 2 കാര്യങ്ങൾ കൂടെ പറയാമല്ലോ. നമ്മൾ അന്ന് വന്ന കടവും വളരെ കൃത്യമായിട്ട് ബാപ്പ പറഞ്ഞതുപോലെ ചെയ്തു തീർക്കുന്നുണ്ട്. ഈ ഹോട്ടലിൻ്റെ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് അതിന് ഓഡിറ്റോറിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ചപ്പാത്തി കമ്പനി ആണെങ്കിലും ലാഭത്തിൽ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് കച്ചവടം ചെയ്തിട്ട് കുറേ പാഠങ്ങളും ഉണ്ട്, കുറേ വിജയങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടൈലറാന്ന് പറഞ്ഞല്ലോ. ഈ കേരളത്തിനൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേരളത്തിലുള്ള 4 ഡിസ്ട്രിക്റ്റുകളിലെ ടൈലർമാരെ മൊത്തം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു അതിജീവനം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ടൈലറിങ്ങിന് കേരളത്തിന് ഓൺ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ല, കാലിക്കറ്റ്, പാലക്കാട്, വയനാട് ഈ ജില്ലയിലുള്ള എല്ലാ ടൈലർമാരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് കൊറോണയിൽ അൺഫോർച്ചുനേറ്റ്ലി അത് എന്ത് ചെയ്തില്ല, സാധിക്കാതെ പോയി. അതിന് കുറച്ച് എനിക്ക് മലപ്പുറം വ്യവസായ ഓഫീസിൽ നിന്ന് ഏകദേശം 20 കോടി രൂപേൻ്റെ ഓൺ ഇന്ത്യ ഓൺ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിൻ്റെ ക്ലസ്റ്റർ സംവിധാനം, ടൈലറിങ്ങിൻ്റെ ഒരു ക്ലസ്റ്റർ സംവിധാനം ചെയ്യാൻ വേണ്ടി 20 കോടി രൂപ വരെ ഫണ്ട് പാസ്സായിരുന്നു. പിന്നെ അത് കൊറോണയുമായി ബന്ധപ്പെട്ട് പിന്നെ അത് നടക്കാതെ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടനവധി സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത എല്ലായിടത്തും തന്നെ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇദ്ദേഹത്തിനോടൊപ്പം വരുന്നത്. ഇതാകട്ടെ തുടങ്ങി 1 വർഷം കൊണ്ട് തന്നെ വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്തി. 50 കോടി രൂപയുടെ വാല്യുവേഷനായി, ഒട്ടനവധി സ്റ്റാഫായി. ഇനി സൽമാന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. സൽമാൻ ഇപ്പോൾ ഒരു വിജയത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. സൽമാനോട് ചോദിച്ചിട്ട് സൽമാൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മൊമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കാരണം എല്ലാവരുടെ ജീവിതത്തിലൊരു വലിയ മൊമെൻ്റ് ഉണ്ടാകും. സൽമാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെൻ്റ് ഏതാണ്? അതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സെമീർക്കായാലും ഷഫീഖ, റബീനായിട്ടൊക്കെ ഈ ബിസിനസ് സംസാരിക്കുന്നതിന് മുന്നേ പലരോട് ഞാൻ ഈ ബിസിനസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പല രീതിയിലും സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഫാമിലിയിലുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു ബിസിനസ്സിലും ഒരു തകർച്ച ഉണ്ടായിട്ടില്ല, അവർ ബിസിനസ് ചെയ്തിട്ടുമില്ല. പക്ഷേ ബിസിനസ് ചെയ്ത് തകർച്ച മാത്രം പല രീതിയിലും വിജയം ഒക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും ബിസിനസ് നിർത്താം എന്നുള്ളൊരു പ്ലാനിൽ സെമീർക്കയും ഷഫീഖ് ഭായി ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് ഓർത്ത് എനിക്ക് എന്തെഴുതുന്നുണ്ട്. ഒരു ബിസിനസ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ എൻ്റെ കൂടെ കൂടാനും ഇതിൻ്റെ ഒരു വിജയസാധ്യത കണ്ട് മനസ്സിലാക്കി എൻ്റെ കൂടെ മുന്നോട്ട് യാത്രയിൽ കൂടെ കൂടാൻ തോന്നിയ അവരുടെ ആ ഒരു അത് എൻ്റെ നാട്ടിലെ മറ്റുള്ളവർക്ക് അത് ഞാൻ കണ്ടില്ല. ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ പല ആളുകൾ ശ്രമം നടത്തിയിട്ടുമുണ്ട്. നിങ്ങൾ ഇത്രയും ബിസിനസ് ചെയ്തിട്ട് സൽമാൻ്റെ ഒരു ആർത്തിയായിട്ട് കാണാമല്ലോ. അതെ, സൽമാൻ സ്വന്തമായിട്ട് വരുമാനം അത് പറഞ്ഞിട്ടുണ്ട്. അതായത് സൽമാൻ്റെ ഒരു ആർത്തിയാണ് ഇപ്പോൾ VQ കേരളം മൊത്തം ഫ്രാഞ്ചൈസി എന്നിട്ട് പോകുന്നത്. നിങ്ങൾ അതിൽ പോകണ്ട, അത് ചെറിയൊരു കാര്യമല്ല. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റാത്ത നിങ്ങൾ വലിയൊരു വിഷയത്തിൽ പോയി തല വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷഫീഖ് ഭായിനോട് ഒരുപാട് ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുമാണ്, ഷഫീഖ് ഭായിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. എന്നിട്ടും അതൊന്നും വില വെക്കാതാണ് ഇവരെനിക്ക് കൈ തന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സന്തോഷവും എന്നാൽ സങ്കടവും എല്ലാം കൂടിയുള്ളൊരു ആനന്ദ കണ്ണീര് വന്നൊരു സമയമായിരുന്നത്. സൽമാൻ ഒന്ന് കരഞ്ഞു പോയ വിഷയമാണ്. അതെ അതെ. ഷഫീഖിനെ സംബന്ധിച്ച് ഏതായിരുന്നു? എന്നെ സംബന്ധിച്ച് സങ്കടമുള്ള ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ മരിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. കാരണം നിങ്ങളുടെ ഫാദറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ഏർപ്പാടാകുമ്പോൾ നഷ്ടവും ലാഭമൊക്കെ വരും. അങ്ങനെ പറഞ്ഞ ആൾക്കാർ കുറവാട്ടോ. പിന്നെ ഞാൻ പറയല്ലോ, എനിക്ക് ഒരു ജ്യേഷ്ഠന് 4 അനിയന്മാരും ഒരു അനിയത്തിയാണ്. ഞങ്ങൾ 7 പേരാണ്. അതിൽ വാപ്പ മരിക്കുന്ന സമയത്ത് പറഞ്ഞ ചെറിയ അനിയൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവനെ ശരിക്കും ശ്രദ്ധിക്കണം. ഇളയാണ്. അവൻ്റെ കല്യാണമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു മൊമെൻറ്റ്. കല്യാണം നടത്തി നിങ്ങൾ? ഞങ്ങൾ നടത്തി. എൻ്റെ 4 അനിയന്മാരെ കല്യാണം ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തിയത്. ഇവൻ്റെ ഒരു സ്പെഷ്യലായിട്ട് വീട്ടിൽ വെച്ചാണ് നടത്തിയത്. വാപ്പ പറഞ്ഞുകൊണ്ട്. അപ്പോഴൊരു അവസാന ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനിന്ന് 1.5 കൊല്ലം വരെ ഇതിനു വേണ്ടി റിസ്ക് എടുത്ത് നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴും എൻ്റെ വീട്ടിലെ കാര്യം നോക്കിയത് എൻ്റെ അനിയനാണ്. അവനെ നോക്കാൻ പറഞ്ഞു ഫാദർ, അവനെ നോക്കാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷേ ഇപ്പം അവനായിരുന്നു എന്നെ നോക്കിയിരുന്നത്. ഈ സമയം വരെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവനാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എൻ്റെ സ്ഥാപനം അവൻ നടത്തുന്നുണ്ടെങ്കിലും അവനാണ്
നമ്മളെല്ലാ കാര്യങ്ങളും ഫാമിലി ജീവിതത്തിൽ നമ്മുടെ ബാപ്പ നഷ്ടപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുതപ്പെട്ട എല്ലാ മനുഷ്യനും ഫാദർ എന്ന് പറയുന്നൊരു വികാരമാണ്. പ്രത്യേകിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ബലമാണ്. ബാപ്പ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ദുആ ചെയ്യാനാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും എല്ലാ അനുഭവങ്ങളും ഇനി കൂടുതൽ വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. ഇന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് കേരളം ഒട്ടാകെ വളരാൻ പോകുന്ന VQ എന്ന ബ്രാൻഡിൻ്റെ ഓണേഴ്സാണ് നമ്മുടെ മുമ്പിലിരുന്നത്. അവർ ഒട്ടനവധി കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ കഥ നമുക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ടാണ്. കാരണം ഒരുപാട് സംരംഭങ്ങൾ ചെയ്യുന്നു. ജീവിതത്തിൻ്റെ നിരവധി സാഹചര്യങ്ങളോട് വെല്ലുവിളികളോട് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അസുഖങ്ങളുണ്ടായിരുന്നു, അതിനെ മറികടക്കുന്നു. ഭാര്യയ്ക്ക് അസുഖം വരുന്നു, ഫാദർ മരിക്കുന്നു, കടം വരുന്നു, ബാധ്യത വരുന്നു, ചെയ്യുന്നത് ഒന്നൊന്നായി പരാജയപ്പെടുന്നു. പക്ഷേ എല്ലാത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ അദ്ദേഹം പറന്നുയരുന്നുണ്ട്. സൽമാൻ്റെ സ്റ്റോറി നമ്മൾ മുമ്പ് കേട്ടതാണ്. ഒരുപാട് വിഷയങ്ങളെ നേരിട്ട ഒരു ചരിത്രം സൽമാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും ഇന്ന് പുതിയ ബിസിനസ്സിലേക്ക് കൈകോർക്കുമ്പോൾ വലിയ വിജയമാണ് അവരെ കാത്തിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് 50 കോടി രൂപ എന്ന് പറയുന്ന വലിയ ഒരു തുകയിലേക്ക് കമ്പനിയുടെ വാല്യുവേഷൻ പോകുന്നു. ഒരു ഫ്രാഞ്ചൈസി പോലും ആകില്ല എന്ന് എല്ലാവരും കളിയാക്കിയപ്പോൾ 11 ഫ്രാഞ്ചൈസികളുമായിട്ട് കേരള മാർക്കറ്റിൻ്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. സൽമാൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇത് സൽമാൻ്റെ സ്വപ്നമാണെന്ന് ആക്ഷേപിച്ച ആളുകളുണ്ട്, ഇത് നടക്കുമോ എന്ന് ചോദിച്ച ആളുകളുണ്ടെന്ന് സൽമാൻ പറയുന്നുണ്ട്. അതിലൊഴിവാക്കിയവരുണ്ട്, കൂടെ നിന്നവരുണ്ട്. അവരോട് എല്ലാവരോടുമുള്ള ഒരു ഉത്തരം ഇന്ന് സൽമാൻ നൽകുകയാണ്. 11 ഫ്രാഞ്ചൈസിയുമായിട്ട് മുന്നേറുന്നു. ഇന്ന് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു കോർപ്പറേറ്റ് ഓഫീസും ജീവിതത്തിലെ വിജയങ്ങളുമായിട്ട് അദ്ദേഹം മുന്നേറുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പങ്കാളികൾക്കും 4 പേരാണുള്ളത്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് വിജയിക്കട്ടെ, ഉന്നതങ്ങളിലെത്തട്ടെ. നിങ്ങളുടെ ആ ഒരു വിഷൻ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.